അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ പേര് സൈനുൽ ആബിദീൻ. ഞാൻ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ന്യൂസ് പോർട്ടലിൻ്റെ അതിൻ്റെ എഡിറ്ററാണ്. ഒരു 10 കൊല്ലത്തോളമായിട്ട്, ഒരു 15-16 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഞാൻ ഈ സിംഗപ്പൂർ കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായി. അൽഹംദുലില്ലാഹ് നല്ല ജോലിയാണ്, ഭയങ്കര ജോലി. അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് രാജ്യങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പ്രൊഫൈസിൻ്റെ ഭാഗമായിട്ട് ഒരു മീഡിയ റൗണ്ട് ടേബിൾ ഒരു സെഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമോഫോബിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിയ എങ്ങനെയാണ്, ന്യൂസ് റൂമുകൾ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ സൃഷ്ടിക്കുന്നതിനെ പറ്റിയൊരു ചെറിയ 1-2 സംഭവങ്ങൾ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഏത് മീഡിയ എടുത്താലും അവർ വളരെ ഇൻറ്റൻഷനലായിട്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളില്ല ഇസ്ലാമോഫോബിയ എന്നുള്ളത്. ഇൻറ്റൻഷനലായി ചെയ്യുന്ന ചില പത്രങ്ങളുണ്ട്, ചില മാധ്യമ പത്രങ്ങളുണ്ടാവാം. ഫോക്സ് ന്യൂസൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ കുറേ പത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. എന്നാൽ അത് മാത്രമല്ല, ഇതിൽ തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രോ മുസ്ലിം പത്രങ്ങളും മാഗസിൻസും ഒരുപാടുണ്ട്. അത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ദി വയർ എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാർത്ഥ വരദരാജൻ റൺ ചെയ്യുന്ന ഒരു ന്യൂസ് പോർട്ടലുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു പ്രോ മുസ്ലിം അല്ലെങ്കിൽ പോലും ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതായത് ഇവർ ലോകത്തിലെ ഗവൺമെൻറ് നടത്തുന്ന മുസ്ലിം വേട്ടക്കെതിരൊക്കെ ശക്തമായി ശബ്ദിക്കുന്ന ഒരു പത്രമാണ്. അതേപോലെ തന്നെ ഉണ്ട് ഒരു കാരവൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്, അതും ഡൽഹിയിൽ നിന്ന് ഇറങ്ങണം. ഇങ്ങനത്തെ പത്രങ്ങളും ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, എന്നാൽ ഏറ്റവും കൂടുതൽ 90% എടുക്കുകയാണെങ്കിലും ഒരു ആൻറ്റി മുസ്ലിം എന്നുള്ള ഒരു വളരെ മനഃപൂർവ്വം ഇൻറ്റൻഷനലായി ചെയ്യുന്ന സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വളരെ അൺഇൻറ്റൻഷനലായി സംഭവിക്കണം. അതായത് ഒറ്റ ഉദാഹരണത്തിന് കഴിഞ്ഞാൽ, ഒരു ടെറർ അറ്റാക്ക് ഈ ലോകത്തിൽ എവിടെയും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിം എന്നുള്ള ഐഡൻറ്റിറ്റി മാത്രം മതി ആ സംഭവം പെട്ടെന്ന് സെല്ല് ചെയ്യാൻ, അല്ലേ? പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരെ TV മാധ്യമങ്ങളാണെങ്കിൽ അവർ TRP കൂട്ടുക, പത്രങ്ങളാണെങ്കിൽ അവരെ കോപ്പികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണ് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ളൊരു ഒരു നരേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ഇസ്ലാമോഫോബിയ ന്യൂസ് റൂമുകളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു മുസ്ലിമായ ഒരാൾ ചെയ്യുമ്പോൾ അയാളെ മതം തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. പിന്നെ കൂടുതൽ എന്താ പറയുക, ഈ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ടുള്ള വാർത്തകൾ അതിനെ സെൻസേഷനലൈസ് ചെയ്യും. പിന്നെ കൂടുതൽ കോപ്പികൾ വിറ്റപ്പെടുമ്പോൾ നമുക്ക് ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ ഒരു കുറച്ച് കോപ്പികൾ എന്തായാലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടും. TV TRP റേറ്റിംഗ് കൂടും. അടുത്ത കാലത്ത് നടന്ന വൈറ്റ് കോളർ ടെററിസം, ഇപ്പോൾ ഡൽഹിയിൽ ഡയസ്പോറ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ പുതിയ കോയിൻ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള സംഭവം രൂപപ്പെട്ടു വന്നത്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്ത പത്രങ്ങളുടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയൊക്കെ TRP റേറ്റിംഗ് വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം. അത് നമ്മൾ വിചാരിച്ച പോലെ വളരെ എന്താ പറയുക സട്ടിലായിരിക്കാമെന്ന് പറയും. അതങ്ങനെ മനഃപൂർവ്വം ആയിക്കോളുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കുക എന്നുള്ളതാണ്, ആ വാർത്ത വിൽക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണ്. അത് ലോകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോൺ വോൾഫ് അറ്റാക്കിൽ പെടുന്നു. ഒരു മുസ്ലിം ചെയ്ത് കഴിഞ്ഞാൽ അത് ടെററിസം ആവുന്നു. അയാളെ മതം, അയാളെ റിലിജിയൻ, അയാളെ പ്രാക്ടീസ്, എല്ലാ സംഭവങ്ങളും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ട അപ്പോൾ ഇതാണ് പറയാനുള്ളത്.